അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിലെ ബ്ലോക്ക് ഫ്രൂട്ട്സ് ആണ്. അധികം മിക്ക പേരും പറയാറുണ്ട് ബ്ലോക്ക് ഫ്രൂട്ട്സ് നല്ലതാണ്, ബ്ലോക്ക് ഫ്രൂട്ട്സ് നല്ലതാണ്. അപ്പോൾ ഇതിൽ റോബ്ലോക്സ് എന്ന് വെച്ചാൽ അധികം അര 30% ഗെയിമുകളും ഇതിൽ ഈ ബ്രെയിൻ റോട്ടിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ നമ്മളൊരു വെറൈറ്റിക്കായിട്ട് ഒരു ബ്ലോക്ക് ഫ്രൂട്ട്സ് ഒന്ന് കളിച്ചു നോക്കിയാലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളതിൽ കളിക്കലുള്ളതാണ് ഈ ബ്ലോക്ക് ഫ്രൂട്ട്സ്. അത് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. ഇതൊരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ എടുത്തത്. ഇത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഒന്ന് എടുത്തതാണ്, അല്ലാതെ സീരിയസ് ആയി എടുത്തതൊന്നുമല്ല. ഇതിൽ നമ്മൾ വെറുതെ ഈ ട്യൂട്ടോറിയലൊന്നും പറയുന്നില്ല, നമ്മൾ വെറുതെ കളിക്കുന്നതും അതിനെപ്പറ്റി വെറുതെ നമുക്കറിയുന്നതെല്ലാം പറയുന്നതുണ്ട്. അപ്പോൾ ഈ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഇതാണ് ഇത് ബ്ലോക്ക് ഫ്രൂട്ട്സിലെ നമ്മളെടുത്തത് പൈററ്റ്സ് ആണ്. പൈററ്റ്സ് ആണ്. ഇതിൽ ഫസ്റ്റ് നമ്മൾ ഉണ്ടാവുക പൈററ്റ് സ്റ്റാർട്ടറിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് കൊളോസെറ്റിലാണ്. അത് വേറെ ഐലൻഡാണ്. ഇതിൽ കുറേ ഐലൻഡ് ഉണ്ടാവും. ലേശം സൗണ്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറേ ഐലൻഡ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഐലൻഡ് ഉണ്ടാവും, ബ്ലോക്ക് ഫ്രൂട്ട്സ് ഉണ്ടാവും, അങ്ങനത്തെ കുറേ ഉണ്ടാവും ബ്ലോക്ക് ഫ്രൂട്ട്സ്. പിന്നെ ഫൈറ്റിംഗ് സ്റ്റൈല്, പിന്നെ റേസ്, അങ്ങനത്തെ കുറേ ഉണ്ടാവും. ഈ ബ്ലോക്ക് ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ സാധാരണ ഫ്രൂട്ട്സ് ഇതിൽ പവർ കിട്ടുന്നത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ലൈറ്റ് ഫ്രൂട്ടാണുള്ളത്. ലൈറ്റ് ഫ്രൂട്ടിനെ കൊണ്ട് ഇങ്ങനെ പറക്കാനാവും, അങ്ങനെയൊക്കെ എബിലിറ്റീസ് ഉണ്ട്. ഓരോ ഫ്രൂട്ടിനും ഓരോ എബിലിറ്റി ആയിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് ജംഗിളാണ്. ഈ ജംഗിളാണ് സെക്കൻഡ് ഐലൻഡ് ബിഗിനേഴ്സിൻ്റെ. നമ്മളിപ്പോൾ പോകാൻ പോകുന്നതാണ് ബിഗിനേഴ്സിൻ്റെ ഫസ്റ്റ് ഐലൻഡ്. ഈ ഫസ്റ്റ് ഐലൻഡിൽ നിന്നാണ് ബിഗിനേഴ്സ് തുടങ്ങുക. അപ്പോൾ ഈ ഫസ്റ്റ് ഐലൻഡിൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഞാനിന്ന് പറഞ്ഞുതരാം. ഇതിന് ഇങ്ങനത്തെ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ പറയുക. പിന്നെ ഈ ബ്ലോക്ക് ഫ്രൂട്ട് തിന്ന് കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിൽ തുള്ളിയാൽ ഇതേപോലെ നമ്മൾ HP ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ വെള്ളത്തിൽ ആവേണ്ടവർ നോക്കണം. ഈ 1 പീസ് കണ്ടവരെല്ലാം അതിൻ്റെ ഒരു ഇതായിരിക്കും. 1 പീസ് കണ്ടവർക്ക് ഏകദേശം ഒരു പിടി കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഫസ്റ്റ് വന്നപാട് നമ്മൾ ഇവിടെ ആയിരിക്കും സ്പോൺ ആവുക. ഇവിടെ സ്പോൺ ആയി നമുക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇങ്ങനത്തെ ഒരു ചെസ്റ്റെല്ലാം ഉണ്ടാവും. ചെസ്റ്റിൽ പൈസയൊക്കെ ഉണ്ടാവും, നമുക്ക് അതെടുക്കാം. പിന്നെ ഇവിടെ ചങ്ങനെ കാണുന്നുണ്ടാവും. ഇയാളാണ് ഈ സെറ്റ് ഹോം പോയിന്റ്. ഇവിടെ നമുക്ക് റീസ്പോൺ ആകാൻ പറ്റും എന്നുള്ള ഇത് കാണിക്കുന്നത് ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് ക്വസ്റ്റ് എടുക്കുക. ക്വസ്റ്റ് എടുത്തിട്ട് ഓരോ ഇതുണ്ടാവും. ബാൻഡിറ്റ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇതിൽ 0 ലെവലാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ ബാൻഡിറ്റ്സിനെ അടിച്ചിടുക. ഇതേപോലെ എനിക്കിപ്പോൾ ഒറ്റ വെട്ടിന് ബാൻഡിറ്റ്സിനെ പോകും. പക്ഷെ നിങ്ങൾക്ക് പക്ഷേ വലിയ പാടായിരിക്കും. നിങ്ങൾ ഫസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് വേണ്ടത്ര, നിങ്ങൾക്ക് ബ്ലോക്ക് ഫ്രൂട്ട് വേണമെങ്കിൽ ബ്ലോക്ക് ഫ്രൂട്ട് എടുക്കുക, പിന്നെ സോഡ് വേണമെങ്കിൽ എടുക്കുക, ഗണ്ണ് വേണമെങ്കിൽ എടുക്കുക, ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക. ഇതിൽ സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. സ്റ്റാറ്റ്സിൽ നിങ്ങൾക്ക് 3 സ്റ്റാറ്റ്സ് ആയിരിക്കും ആദ്യം കിട്ടുക. ആദ്യം നിങ്ങൾ ഇടേണ്ട അത്യാവശ്യമായിട്ട് ഇടേണ്ടതെന്ന് വെച്ചാൽ മിലി ഡിഫൻസ് എന്തായാലും ഇടണം. ബാക്കി ഒന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സോഡ്, ഗണ്ണ്, ബ്ലോക്ക് ഫ്രൂട്ട്, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തിട്ട് അത് ഇടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെങ്കിൽ അത് ഇടുക. പിന്നെ ഐറ്റംസ് എന്ന് വെച്ചാൽ ബാക്ക് പാക്കിലുള്ള അങ്ങനത്തെ കുറേ ഉണ്ടാവും. പിന്നെ ഫ്രൂട്ട് കിട്ടിയത് അങ്ങനത്തെ കുറേ. പിന്നെ ആക്സസറീസ്. പിന്നെ ഇത് എന്ന് വെച്ചാൽ ഈ വാലന്റൈൻസ് ഡേൻ്റെ ഒരിതാണ്. വാലന്റൈൻസ് ഡേ ഒക്കെ കിട്ടുന്ന ഇവൻറ്റിൻ്റെ ഒരിതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവൻറ്റ് വരുമ്പോൾ നോക്കാം. പിന്നെ ഇവിടെ തന്നെ ഈ സോഡ് ഡീലുണ്ട്, ബ്ലോക്ക് ഫ്രൂട്ട് ഡീലുണ്ട്. പിന്നെ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 5000 റുപ്യ എടുത്തിട്ട് നിങ്ങൾക്ക് റോക്കറ്റ് ഫ്രൂട്ട് വാങ്ങാം. പിന്നെ 7500 എടുത്തിട്ട് സ്പിൻ ഫ്രൂട്ട് വാങ്ങാം. പിന്നെ ഇതിൽ ഔട്ട് ഓഫ് സ്റ്റോക്കെല്ലാം ഉണ്ടാവും, അത് നിങ്ങൾ കാര്യമാക്കണ്ട. പിന്നെ എൻ്റെ അടുത്ത് വേറെ സോഡൊക്കെ ഉണ്ട്. ഇവിടെ സോഡ് ഡീലറും ഉണ്ടാവും. ആദ്യം നമ്മൾ കാണുക കട്ട്ലാസ്, കട്ടാന, അങ്ങനത്തെ ഒക്കെ ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. പിന്നെ നമുക്ക് ഇതിൽ കൂടെ നടന്ന ഇതൊക്കെയാണ് പൈററ്റ് സ്റ്റാർട്ടറിലുള്ളത്. നിങ്ങൾക്ക് ആദ്യം പോയി ഈ ബാൻഡിറ്റ്സിനെ അടിച്ചിടുക, അങ്ങനത്തെ ഒക്കെയാണ് ഇതിലുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ കളിച്ചു തുടങ്ങുമ്പോൾ ബിഗിനേഴ്സിലൊക്കെ ഈ മടുപ്പ് തുടങ്ങും. കുറച്ച് കളിച്ചാൽ ആ മടുപ്പ് തുടങ്ങും. പക്ഷേങ്കിൽ നിങ്ങളത് കാര്യമാക്കണ്ട. നിങ്ങൾക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ
നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ളതിനൊക്കെ ഉണ്ടാകുന്ന നമ്മളിങ്ങനെ പറയുന്നത്, അത് വേറൊന്നും കൊണ്ടല്ല. പിന്നെ ഇത് കളിച്ചു തുടങ്ങിയാൽ നല്ല രസമാണ്, എനിക്കങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഇതിൽ ഈ ഒരു പൈലറ്റ് സ്റ്റാർട്ടറിൽ 10 ലെവൽ കഴിഞ്ഞാലാണ് നമ്മൾ ജംഗിളിലേക്ക് പോകുന്നത്. ജംഗിൾ എന്ന് വെച്ചാൽ വേറൊരു ഐലൻഡ്, അങ്ങനെ കുറേ ഐലൻഡ് ഉണ്ടാവും. അതെല്ലാം ഈ ഇതിൽ കാണിക്കും. ആദ്യം നമ്മൾ ഞാൻ പറഞ്ഞത് എന്തിനാണ് കാണിക്കുമെന്ന്, ക്വസ്റ്റ് കീപ്പർ എടുത്ത് പോയിട്ട് ക്വസ്റ്റെല്ലാം ചെയ്യുക, ഇങ്ങനെ ഓരോ ബാൻഡേജിനെ അടിച്ചിടുക. പിന്നെ നമുക്ക് വേണ്ട ഇതിൽ റേസ്, പിന്നെ ഫൈറ്റിംഗ് സ്റ്റൈല്, അതൊക്കെ ഞാൻ പറഞ്ഞില്ല. എന്താ ഞാൻ പറഞ്ഞുതരാം. ഈ റേസ് ഫൈറ്റിംഗ് സ്റ്റൈല് എന്നൊക്കെ വെച്ചാൽ ഈ നമ്മൾ ഈ കാണിച്ചുതരാം, ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ റേസ് ഫൈറ്റിംഗ് സ്റ്റൈൽ എന്നൊക്കെ വെച്ചാൽ, ഫൈറ്റിംഗ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഇതാണ്, ഇങ്ങനത്തെ ഓരോ ഇതാണ് ഫൈറ്റിംഗ് സ്റ്റൈൽ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് ഫൈറ്റിംഗ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഡാർക്ക് സ്റ്റെപ്പാണ്. ഡാർക്ക് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈറ്റിംഗ് സ്റ്റൈലാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത്. അത് എടുക്കാന്ന് വെച്ചാൽ ഓരോ സ്ഥലം ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബിലോ. ദെൻ ഇവിടെ ഇങ്ങോട്ടേക്ക് പോയാൽ ഒരു ആളുണ്ടാവും, അത് മറൈൻ റിക്രൂട്ടർ എന്ന് പേരുണ്ടാവും. അയാൾ ചോദിക്കുക നമുക്ക് മറൈനിലേക്ക് ആവണോ എന്നാണ്. ഞാനിപ്പോൾ പൈലറ്റാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ മറൈൻ ആയിക്കഴിഞ്ഞാൽ വേറൊരു ഐലൻഡിലേക്ക് എത്തുക, അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഇങ്ങനെ ഈ ചെടിയുടെ ഇടയ്ക്കോ അല്ലെങ്കിൽ ഈ സ്ഥലത്തൊക്കെ ബ്ലോക്ക് സൂട്ട് സ്പോണാവും, അത് നിങ്ങൾക്ക് കണ്ടെടുക്കുക. പിന്നെ ബ്ലോക്ക് സൂട്ട് റോള് ചെയ്യുക ജംഗിളിൽ പോയിട്ട്, അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഇതൊക്കെയാണ് ഫസ്റ്റ് സീലുള്ളതെന്ന് വെച്ചാൽ. പിന്നെ ഫൈറ്റിംഗ് സ്റ്റൈൽ കഴിഞ്ഞു. ഇനി റേസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ആദ്യം ഉണ്ടാവും ഈ റേസൊക്കെ. ഈ റേസ് ആദ്യം ഉണ്ടാവുമെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഉള്ളത് റാബിറ്റ് റേസാണ്. എൻ്റെ തലയിലൊരു കൊമ്പ് കണ്ടില്ലേ, അതാണ് എൻ്റെ ഇപ്പോഴത്തെ റേസ്. പിന്നെ അങ്ങനത്തെ റാബിറ്റ് റേസ് ഉണ്ട്, ഷാർക്ക് റേസ് ഉണ്ട്, അങ്ങനത്തെ ഹ്യൂമൻ റേസ് ഉണ്ട്. നിങ്ങൾക്ക് റേസ് അറിയാമെന്ന് വെച്ചാൽ ഈ സ്റ്റാറ്റ്സ് എടുത്തിട്ട് ഏറ്റവും മേലെ വെള്ള അക്ഷരത്തിൽ എഴുതിയാണ്, അങ്ങനെയാണ് നോക്കുക റേസ് എന്താണെന്ന്. റേസ് ഇപ്പോൾ എൻ്റെ റാബിറ്റാണ്. റാബിറ്റിന് ഉപകാരം എന്ന് വെച്ചാൽ നല്ല സ്പീഡിൽ ഓടാൻ പറ്റും സാധാരണ ഓടുന്നതിനെക്കാട്ടും. ഇങ്ങനെ സാധാരണ ഓടുക കുറച്ച് മെല്ലായിരിക്കും. പിന്നെ റാബിറ്റ് റേസിന് സ്പീഡിൽ ഓടാൻ പറ്റും. പിന്നെ റേസ് V1 V2 V4 അങ്ങനെയൊക്കെ ഉണ്ട്, സെക്കൻഡ് സി തേർഡ് സി എല്ലാം ആകുമ്പോൾ. അത് ഞാൻ പറഞ്ഞുതരാം കമൻറ്റ് ബിലോ. ദെൻ നിങ്ങൾക്ക് ഇത് കാണണ്ടേ ഈ ഫ്രൂട്ട്സ് റോൾ ചെയ്യുന്ന സ്ഥലം, അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്കിപ്പോൾ പോവാം. നമ്മൾ ഇവിടുന്ന് ഒരു ബോട്ട് എടുക്കുക, സ്ലൂപ്പ് ഡിഗ്നി ഫോർട്ട് ബോട്ടിൽ നിന്നായിരിക്കും ആദ്യം ഉണ്ടാകുക. നമ്മൾ ഈ ബോട്ട് എടുത്തിട്ട് ജംഗിളിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് റോൾ ചെയ്യേണ്ട സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇതിലിങ്ങനെ ബുള്ളറ്റ്സ് ഒക്കെ വിടാം, അങ്ങനത്തെ ഒരു ഇതാണ് ഇത്. എനിക്കിപ്പോൾ ലൈറ്റ് ഫ്രൂട്ട് ആയാലും പറക്കാനൊക്കെ പറ്റും. പക്ഷെ ഞാൻ എനിക്ക് വെറുതെ ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഇപ്പോൾ സൈഡിൽ നിന്ന് ഓരോ ബുള്ളറ്റ്സ് വയ്ക്കില്ലേ, പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതാണ് മിഡിൽ ടൗൺ. നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് മിഡിൽ ടൗണിൽ പ്രത്യേകിച്ച് വലിയ ക്വസ്റ്റ് ഗിവറൊക്കെ ഒന്നും ഉണ്ടാവില്ല. ഈ മിക്ക ഇവൻ്റൊക്കെ നടക്കുന്നത് ഇവിടുന്നായിരിക്കും. എന്ന് വെച്ചാൽ വാലന്റൈൻസ് ഡേ ഇവൻ്റ്, പിന്നെ അങ്ങനത്തെ കുറേ ഇവൻ്റ് ഉണ്ടാവും, ഈസ്റ്റർ ഇവൻ്റ്, അങ്ങനത്തെ കുറേ ഇവൻ്റ് ഉണ്ടാവും. പിന്നെ ഇവിടെ ബോസ് ഉണ്ട്, ദ സോ എന്ന് പറഞ്ഞിട്ടുള്ള, അവനെ കൊന്നാൽ 100 ലെവലാന്ന് തോന്നുന്നു വേണ്ടത്, എനിക്ക് അധികം അറിയില്ല. പിന്നെ ഒരു സോ ഡീലർ ഉണ്ടാവും. പിന്നെ ഇവിടെ ഹോം പോയിൻ്റ് ആക്കേണ്ട ഒരു ആളുണ്ടാവും. പിന്നെ ഇവനെ കൊന്നാൽ ഷാർക്സോ കിട്ടും. ഷാർക്സോ മറ്റേ ഒരു ഇതാണ്, സോഡാണ്, അത് കിട്ടും. പിന്നെ ഇവിടെ ബ്ലോക്ക് ഫ്രൂട്ട് ഡീലർ ഉണ്ട്. നെറ്റ് കൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് വേറെ ഐലൻഡ് ഒന്നും കാണാത്തത്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ മതി. അവിടെ ഒരു ഐലൻഡ് കാണുന്നുണ്ട്, അതാന്ന് തോന്നുന്നു. അതന്നെയാണ് ജംഗിള്.
നിങ്ങൾക്ക് റേസ് അല്ല ഫ്രൂട്ട് റോൾ ചെയ്യുന്ന ആളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് വന്നപാടൊക്കെ ഒന്നും റോൾ ചെയ്യാനാവില്ല. ഇങ്ങനത്തെ ഓരോ പ്ലെയേഴ്സ് ഉണ്ടാവും നിങ്ങളിതിൽ. അവർ നിങ്ങൾക്ക് കാണാം. അവർ നിങ്ങൾ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർ പറയുന്ന പോലെ അങ്ങനെ അങ്ങനെ ചെയ്യും. പിന്നെ ഇയാളായിരിക്കും ഫ്രൂട്ട് റോൾ ചെയ്യുന്ന ആൾ. നിങ്ങൾക്ക് ഫസ്റ്റ് വന്നപ്പോൾ ഒരു 50 ലെവലായാലും 30 റുപ്പീസ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഫ്രൂട്ട് റോൾ ചെയ്യുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ 277 ലെവലാണ്. അപ്പോൾ എനിക്കിപ്പോൾ 147 രൂപയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫ്രൂട്ട് റോൾ ചെയ്തിട്ട് നിങ്ങൾ 2 hours വെയിറ്റ് ചെയ്യാൻ പറയും അടുത്ത ഫ്രൂട്ട് റോൾ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്തൊരു ഫ്രൂട്ട് റോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നോട് 1 hour വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഈ ചങ്ങായി എന്നോട് എത്തിന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു മെസ്സേജ് തിരിച്ചയക്കാൻ പോവാണ്. അപ്പോൾ ഈ പ്ലെയർ എന്നോട് കോമ്പാക്റ്റിനാണ് വന്നിട്ടുള്ളത്. എനിക്ക് വലിയ കഴിവൊന്നുമില്ലെങ്കിൽ ഇയാളെ കൊല്ലാനാവോന്നറിയില്ല. എന്നാലത് നോക്കാം. നമ്മളിപ്പോൾ ലൈറ്റ് ഫ്രൂട്ട് മാക്സിലെ അല്ല ഒരു അത്യാവശ്യം ഇതായതിനെ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയത്. നിങ്ങൾക്ക് വന്നപാട് കോമ്പാറ്റ് ഒന്നും ചെയ്യാനാവില്ല. 20 ലെവൽ കഴിഞ്ഞ പാടെ കോമ്പാറ്റ് ചെയ്യാനാവൂ. പിന്നെ ഈ ഐസ് ഫ്രൂട്ടിനാണെങ്കിൽ ഇവൻ ഉപയോഗിക്കുന്ന ഐസ് ഫ്രൂട്ടാണ്. ഐസ് ഫ്രൂട്ടിനാണെങ്കിൽ വെള്ളത്തിൽ കൂടെ നടക്കാനാവും. പിന്നെ ഈ ലാവ പോലത്തെ ഒരു ഫ്രൂട്ടുണ്ട്, പേര് മറന്നുപോയി. അയ്യോ, ഫ്രൂട്ടിനൊക്കെ നടക്കാനാവും വെള്ളത്തിൽ കൂടെ. അപ്പോൾ ഞാനൊക്കെ ഒന്നിട്ടുണ്ട്. വലിയ PvP ഒന്നും ചെയ്യാൻ അറിയില്ല. അവൻ അവിടെയാണ് ഇപ്പോൾ സ്പോണായത്. ലൈറ്റ് ഫ്രൂട്ടിനാണ് ഇങ്ങനെ പറക്കാനൊക്കെ ആവും. അങ്ങനത്തെ കുറേ എബിലിറ്റീസ് ഉണ്ട്. പിന്നെ ഇതിൽ ഒബ്സർവേഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. ഒബ്സർവേഷൻ പിന്നെ അങ്ങനത്തെ ഒബ്സർവേഷൻ പറയും ഇൻസ്റ്റിങ്ക്റ്റ് എന്നാണ്. 1 Piece കണ്ടവർക്ക് അറിയായിരിക്കും. പിന്നെ ഇതിൽ കുറേ കഴിഞ്ഞാൽ ഇതേപോലത്തെ ഫ്ലാഷ് സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാം. അത് ഫ്രോസൺ വില്ലേജ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡാണ്. അവിടെ പോയിട്ട് ഒരു സീക്രട്ട് സ്ഥലത്തുണ്ട്, അവിടെ പോയിട്ട് എടുക്കാം. ട്യൂട്ടോറിയൽ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തുതരാം. പിന്നെ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പോകാനാവില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 200 ലെവൽ കഴിഞ്ഞ പാടെ പോകാനാവും. എന്നെ ഇപ്പോൾ ആരൊക്കെ കൊന്നിട്ടുണ്ട്, വലിയ പ്ലെയറാന്ന് തോന്നുന്നു. അതെ ഗ്യാസാണ് ഇവൻ്റെ സ്പോട്ട്. ഇവൻ വലിയ പ്ലെയറാണ്. നമുക്കെന്തായാലും ഇവനോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം. നമുക്കിപ്പോൾ വേണമെങ്കിൽ ആരുടെങ്കിലും ഫ്രൂട്ട് തരുമെന്ന് ചോദിച്ചാൽ അവർക്ക് നല്ല മനസ്സിലുണ്ടെ തരും, അല്ലേ തരില്ല. ഞാനിപ്പോൾ ചോദിക്കാൻ പോവാണ്. വലിയ പ്ലെയർ ആയതിനെ കൊണ്ടൊന്നും ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചോദിക്കൊന്നുമില്ല. നേരത്തെ കണ്ട പോലെ ആയിരിക്കും. ഗ്യാസ് ഫുഡിന് പറയുന്നത് ഗ്യാസ് സ്പാമർ എന്നാണ്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഫുഡ് എന്ന് വെച്ചാൽ കൈഡോൻ്റെ ഫ്രൂട്ടായ ഡ്രാഗൺ ഫ്രൂട്ടാണ്. 1 Piece കണ്ടവർക്ക് അറിയായിരിക്കും. പിന്നെ ഇതിൽ ഔറയുണ്ട്. ഔറയൊക്കെ ആ ഫ്രോസൺ വില്ലേജിൽ നിന്നാണ് എടുക്കുക.
വലിയ പ്ലെയറിനെ കൊണ്ട് എല്ലാവരും ഇവൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വേസ്റ്റ് ആക്കണ്ട, നമ്മൾ പോവാണ്. പിന്നെ ഇതൊക്കെയാണ് പറയാനുള്ളത്. വേറെ നിങ്ങൾക്ക് പറയണം അല്ലെങ്കിൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലോ അല്ലെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.